അപ്പൊ മാറി. സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് കിടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുടപിടിച്ച് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. വളരെ നിർണായകമായ ഒരു നിലപാടായിരുന്നു അത്. അങ്ങതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഒറ്റുകാര് ഈ സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് നടക്കുന്ന കാലത്ത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഒറ്റിക്കൊടുക്കാൻ നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കാരണം അല്ല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സ്റ്റാലിൻ മറ്റേ നിലപാടെടുത്തേക്കണം. അവിടെ ഇവിടെ വേറെ നിലപാടെടുക്കാൻ പറ്റുമോ? അവർ ആ നിലപാടെടുത്ത് ആര്യാടെ ഷൗക്കത്തിന് കൊടുത്ത മറുപടി അങ്ങ് രണ്ടാം ലോക മഹായുദ്ധ കാലത്തേക്കൊക്കെ പോയി. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെയെല്ലാം നാടുകടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1939 ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെയാണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെ ആയിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എടുത്ത തീരുമാനങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കൂടെ. കാരണം എന്താ? വലിയ യജമാനൻ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാലോ. 41 ആയപ്പോ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാടും മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പൊ മാറി. സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് കിടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുടപിടിച്ച് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. വളരെ നിർണായകമായ ഒരു നിലപാടായിരുന്നു അത്. അങ്ങതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. ആ ഘട്ടത്തിൽ ഒരാക്രമണം സോവിയറ്റ് യൂണിയന് നേരെ വന്നാൽ അത് പിടിച്ചു നിൽക്കാനുള്ള വിഷമം അന്ന് സോവിയറ്റ് യൂണിയനുണ്ട്. അത് കണ്ടുകൊണ്ടാണ് തൽക്കാലം ആക്രമണം വരാതിരിക്കണം. എന്നാൽ എന്തു ചെയ്തു? ആക്രമണം വരുന്നാൽ അതിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതിൻ്റെ ഭാഗമായി ആ താൽക്കാലിക സന്ധി എന്തിനുപയോഗിച്ചു? സോവിയറ്റ് യൂണിയനെ അതിശക്തമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു. അങ്ങനെയാണ് ജർമ്മൻ സേന മോസ്കോവിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തിയെങ്കിലും അവിടുത്തെ ചെമ്പടക്ക് അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. ആ കരുത്താർജിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതങ്ങ് മറക്കാതിരിക്കും. സൂചിപ്പിച്ചതുപോലെ അങ്ങ് പറഞ്ഞാൽ അതൊരു അടവ് നയമായിരുന്നു സ്റ്റാലിന്റെ എന്ന. സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അധികം നാളൊന്നല്ല, 1917 അല്ലേ? റഷ്യൻ റവല്യൂഷൻ 1917 അതിനുശേഷം ഒരുപാട് നാളായി അവർ സെറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ രണ്ടുപേരും രണ്ടുപേരും ഒരേ പണിയാണ് ചെയ്തിരുന്നത്. സ്റ്റാലിൻ ചെയ്തിരുന്നതും ഹിറ്റ്ലർ ചെയ്തിരുന്നതും ഒരേ ജോലിയാണ്. എതിരാളികളെ കൊല്ലുക, സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു. അറിയത്തില്ലേ? സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു, PBയിലുള്ളവരെ കൊല്ലുമായിരുന്നു, നാട് കടത്തുമായിരുന്നു. രണ്ടുപേരും ചെയ്തിരുന്ന ഒരു നല്ല ഒരേപോലത്തെ പരിപാടിയാണ്. ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് പറയുന്നത് നല്ല യോജിച്ച പാക്ട് ആയിരുന്നു. രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഫാസിസത്തിനെതിരായി ലെറ്റ് മീ കൺക്ലൂഡ്. ഫാസിസത്തിനെതിരായി നാസിസത്തിനെതിരായിട്ടൊന്നും ഒരു നിലപാടും സ്റ്റാലിൻ ഉണ്ടായിരുന്നില്ല. സ്റ്റാലിൻ ചെയ്തിരുന്നത് അത് തന്നെയാണ്. മന്ത്രിമാർക്ക് വരെ ഭയമായിരുന്നു. ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. എത്രയോ പേരെ നാട് കടത്തി. സൈബീരിയ ഉണ്ടായത് എങ്ങനെയാണ്? സൈബീരിയയിലേക്ക് ആളുകളെ നാട് കടത്തുകയായിരുന്നു. മുഴുവൻ ആളുകളെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു അവിടെ മുഴുവൻ. ഞാൻ അങ്ങേക്ക് എല്ലാം തെളിയിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്
ഈ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ലോകത്തെ ഈ വിഷയങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണാതെ പറയുന്നത്. എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. എനിക്ക് വലിയ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതാണ് സംഭവം, അല്ലാതെ അടവും നയമൊന്നും അല്ല. അവരുടെ കൂടെ ആയിരുന്നു. പിന്നെ ഹിറ്റ്ലർ കൺസിസ്റ്റന്റ് അല്ല. ഇത് ഇന്നെടുക്കുന്ന തീരുമാനം നാളെ അല്ല. അതുകൊണ്ട് അയാൾ ഒരു ദിവസം കയറി അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഇവർ ഇപ്പുറത്തോട്ട് കൂടിയത്. അല്ലാതെ അതിൻ്റെ അകത്തൊന്നും. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാൻ പറഞ്ഞതുപോലെ മോസ്കോയിൽ മഴ പെയ്താൽ ഇവിടെ കൊച്ചിയിൽ കുട പിടിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കുട പിടിക്കും. അതായിരുന്നു. സ്വന്തമായൊരു നയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാജ്യത്തെ ഭയങ്കരമായി സ്നേഹിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയരുത്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടൊരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടായി ഇന്ത്യയിൽ 1947. 48 നിങ്ങളെടുത്ത തീരുമാനം എന്താ? കൽക്കട്ട തീസിസ്. എന്താ തീരുമാനം? നാട് മുഴുവൻ അട്ടിമറിക്കാൻ, അല്ലെ? പാവപ്പെട്ടവൻ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകൾ അട്ടിമറിക്കാൻ, ബോംബ് വെച്ച് അട്ടിമറിക്കാൻ, സായുധ വിപ്ലവം നടത്തി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ കൽക്കട്ട തീസിസ് നടപ്പാക്കി രാജ്യം മുഴുവൻ അക്രമം അഴിച്ചുവിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ബാലാധിഷ്ഠതകളിൽ നിന്ന് വിങ്ങുമ്പോൾ ഒരു 2 നേരം പോലും ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ ചവിട്ടിമെതിച്ച ഒരു രാജ്യത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈ നീട്ടി നിൽക്കുമ്പോൾ PL 480 എന്ന് പറയുന്ന ധാന്യം വരുന്ന കപ്പലുകൾക്ക് വേണ്ടി ഈ രാജ്യം കാത്തിരിക്കുമ്പോൾ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ, വിദ്യാഭ്യാസം കൊടുക്കാൻ, ആരോഗ്യം കൊടുക്കാൻ പ്രയാസപ്പെടുന്നൊരു കാലത്ത്, കഷ്ടപ്പെടുന്നൊരു കാലത്ത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ച് ദയവേത് പറയും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സർ, മഹാത്മാഗാന്ധിയൊക്കെ അവര് ബ്രിട്ടീഷുകാരോട് പോരാടുമ്പോൾ തന്നെ കോൺഗ്രസിനൊരു ഐഡിയോളജി ഉണ്ട്. എന്താണ്? ഫാസിസത്തിനും നാസിസത്തിനും എതിരായിട്ടുള്ള ഒരു ഐഡിയോളജി. ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ പോരാടുമ്പോൾ അത് അപകടകരമാണ് എന്ന് പറയുമ്പോൾ, സാമ്രാജ്യത്വം അപകടകരമാണ് എന്ന് പറയുമ്പോൾ, അതിനേക്കാൾ അപകടമാണ് ലോകത്ത് ഫാസിസം കൊടികുത്തി വാഴുന്നത്, ഫാസിസം ലോകത്ത് വളരുന്നത് ലോകത്തെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തി മഹാത്മാഗാന്ധിക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. ലോകത്തെ പ്രത്യയശാസ്ത്രങ്ങളെ, ലോകത്തെ എല്ലാ ഇസങ്ങളെയും, ലോകത്തിന്റെ ചരിത്രത്തെ മുഴുവൻ കൈവെള്ളയിൽ ഒതുക്കി അറിയാമായിരുന്ന നേതാക്കളായിരുന്നത് കൊണ്ടാണ് അവർ ഏറ്റവും സുചിന്തിതമായ തീരുമാനം, അഭിമാനകരമായ തീരുമാനം എടുത്തത് എന്ന് മാത്രം ഓർപ്പിക്കുന്നു. മലബാർ കലാപത്തിൽ ഒറ്റുകാരായിരുന്നില്ല കോൺഗ്രസുകാർ. മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് ഞാനിവിടെ എണ്ണി പറയാം. അബ്ദുറഹ്മാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ, കേളപ്പജി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ, അവിടെ നാരായണ മേനോൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളുടെ പേരുകൾ, ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ട കോൺഗ്രസുകാരുടെ പേരുകൾ പറയാം. ആ മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത അവരെ ചേർത്ത് പിടിച്ച കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റുകാരായിരുന്നില്ല സാർ. അവര് ഒറ്റുകാരായിരുന്നില്ല. അവർ ഒറ്റുകാര് ഈ സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് നടക്കുന്ന കാലത്ത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഒറ്റിക്കൊടുക്കാൻ നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കാരണം അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സ്റ്റാലിൻ മറ്റേ നിലപാടെടുത്തേക്കണം. അവിടെ ഇവിടെ വേറെ നിലപാടെടുക്കാൻ പറ്റുമോ? അവർ ആ നിലപാടെടുത്ത്. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, ഈ നയപ്രഖ്യാപനം ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി ഡിക്ലറേഷനാണ്. കുറവൊക്കെ ഉണ്ടാവും. കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന MLA-മാരും പ്രതിപക്ഷ നേതാവും മറ്റ് ഭരണകക്ഷി MLA-മാരും എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെയൊക്കെ പരിഗണിച്ച് ബജറ്റിൽ അതിന്റെ കുറവ് കൂടി ഇല്ലാതാക്കും. ആ കുറവ് കൂടി